കേരളത്തിലും തമിഴ്നാട്ടിലും ഗുണ കേവ് ചർച്ചാ വിഷയമാകുമ്പോൾ അങ്ങ് അമേരിക്കയിൽ സംഭവിച്ച ഇത്തരമൊരു സമാന സംഭവത്തെക്കുറിച്ച് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. യാത്രകൾ പോകുമ്പോൾ അരുതുകൾ നിശ്ചയിക്കാൻ ഈ സംഭവം ഒരു വെളിച്ചം വീശിയേക്കാം. സംഭവം നടക്കുന്നത് 2009 നവംബർ 24-ലാണ്. ജോൺ എഡ്വേർഡ് ജോൺസ് എന്ന 26 വയസ്സുള്ള അമേരിക്കൻ വംശജൻ ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ടത് നട്ടിപ്പുട്ടി ഗുഹയിൽ വീണാണ്. ഗുണ കേവ് പോലെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന വല്ലാതെ ഇടുങ്ങിയ ഒരു ഗുഹയാണ് നട്ടിപ്പുട്ടി. ധാരാളം പര്യവേഷകർ ഈ ഗുഹയിൽ ഇറങ്ങിയിട്ടുണ്ട്. വിശദമായ മാപ്പുകളും ഗുഹയെ സംബന്ധിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. ജോൺ തന്റെ സഹോദരൻ ജോഷിനും മറ്റ് 11 പേർക്കുമൊപ്പം നട്ടിപ്പുട്ടി ഗുഹ പര്യവേഷണം ചെയ്യാൻ പോയി. കാലങ്ങളോളം ആളുകൾക്ക് പ്രവേശനമില്ലാതിരുന്ന ഗുഹ ആ വർഷമായിരുന്നു വീണ്ടും തുറന്നത്. ഗുഹയ്ക്കുള്ളിലെ പല ഭാഗങ്ങളും തീർത്തും ഇടുങ്ങിയതായിരുന്നു. അതിനാൽ തന്നെ ഓരോ ഭാഗങ്ങൾക്കും പ്രത്യേകം പേരുകളും നൽകിയിട്ടുണ്ട്. ബർത്ത് കനാൽ എന്ന ഭാഗത്തേക്ക് പോകാനായിരുന്നു ജോണിന്റെയും സംഘത്തിന്റെയും തീരുമാനം. എന്നാൽ ആ ഇടുങ്ങിയ ഗുഹാപര്യവേഷണത്തിനിടെ ജോണിന് ബർത്ത് കനാലിലേക്ക് കൃത്യമായി എത്താൻ സാധിച്ചില്ല. വഴിതെറ്റി നിർഭാഗ്യവശാൽ ജോൺ എത്തിയത് എഡ്സ്ബുഷിനടുത്തുള്ള ഗുഹയുടെ മാപ്പ് ചെയ്യാത്ത ഭാഗത്തായിരുന്നു. ആ ഇടുങ്ങിയ സ്ഥലത്തിനപ്പുറം വിശാലമായ ഒരു സ്ഥലമുണ്ടെന്ന് കരുതി ജോൺ തല അകത്തേക്കിട്ട് ഇറങ്ങാൻ ശ്രമിച്ചു. എന്നാൽ അത് ഭീകരമായൊരു ദുരന്തത്തിലേക്കാണ് നയിച്ചത്. ജോണിനെ 70 ഡിഗ്രി കോണിൽ തലകീഴായി അവിടെ കുടുങ്ങിക്കിടക്കേണ്ടി വന്നു. അവിടെ ഏറ്റവും നിറുകിയ ഭാഗത്ത് കുടുങ്ങിയ ജോൺ ഭൂമിയിൽ നിന്ന് 100 അടിയിലധികം താഴ്ചയിൽ അനങ്ങാൻ പോലും സാധിക്കാതെ തലകീഴായി കിടന്നു. ജോണിനെ തിരഞ്ഞെത്തിയ സഹോദരൻ ഈ കാഴ്ച കണ്ട് ഞെട്ടി. സഹോദരനെ പുറത്തെടുക്കാൻ ജോഷ് കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും തലകീഴായുള്ള ആ കിടപ്പ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. സമയം പാഴാക്കാതെ ജോഷ് പുറത്തേക്കെത്തി രക്ഷാപ്രവർത്തകരെ വിവരമറിയിച്ചു. അപ്പോഴേക്കും ജോൺ ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിയിട്ട് 3 മണിക്കൂറിലധികം കഴിഞ്ഞിരുന്നു. പിന്നീട് നിരവധി രക്ഷാപ്രവർത്തകർ എത്തി ജോണിനെ രക്ഷപ്പെടുത്താൻ പല വഴികളും നോക്കി. ഒടുവിൽ റോപ്പ് ഉപയോഗിച്ച് ജോണിന്റെ കാലുകൾ ബന്ധിച്ച് പുറത്തേക്ക് വലിക്കാമെന്ന തീരുമാനത്തിലെത്തി. അതോടൊപ്പം തന്നെ റെസ്ക്യൂ ടീം സമീപത്തുള്ള പാറ തുരന്ന് നീക്കം ചെയ്യാനും ശ്രമിച്ചു. എന്നാൽ ജോൺ കുടുങ്ങിക്കിടക്കുന്ന രീതി അനുസരിച്ച് അതത്ര എളുപ്പമായിരുന്നില്ല. അപ്പോഴേക്കും ജോൺ കുടുങ്ങിയിട്ട് 19 മണിക്കൂർ പിന്നിട്ടിരുന്നു. മാത്രവുമല്ല, തലകീഴായുള്ള കിടപ്പിൽ അയാൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടേറി വന്നു. ഇതിനിടയിൽ എങ്ങനെയോ റെസ്ക്യൂ ടീമിന് ഒരു കേബിൾ റേഡിയോ ജോണിന് സമീപം എത്തിക്കാൻ സാധിച്ചു. ഗുഹയ്ക്ക് പുറത്ത് കാത്തുനിന്ന ഭാര്യയുമായി ഇതിലൂടെ ജോൺ സംസാരിച്ചു. അവർ പരസ്പരം ആശ്വാസം പകർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ പുറത്തേക്ക് വലിച്ചെടുക്കാനുള്ള പ്രയത്നം വളരെ ഫലപ്രദമായി തുടങ്ങി. റെസ്ക്യൂ ടീമിന് ജോണിന്റെ കണ്ണുകൾ കാണാൻ സാധിക്കുന്ന അവസ്ഥയെത്തി. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. റോപ്പ് ലൂസായി ടീമംഗങ്ങൾ എല്ലാവരും മറിഞ്ഞു വീണു. ഏറ്റവും മുന്നിൽ നിന്നിരുന്ന രക്ഷാപ്രവർത്തകന്റെ മുഖം ഗുരുതരമായി പരിക്കേറ്റു. അയാൾ ബോധരഹിതനായി. റോപ്പിൽ നിന്നും ആളുകൾ പിടിവിട്ടതോടെ ജോൺ വീണ്ടും ഇടുക്കിലേക്ക് വീണുപോയിരുന്നു. പരിക്കേറ്റ രക്ഷാപ്രവർത്തകന് പിൻവാങ്ങേണ്ടി വന്നു. പകരം മറ്റൊരാളെത്തി. അദ്ദേഹം എത്തി ജോണിനെ വിളിച്ചു. പക്ഷേ മറുപടി ഉണ്ടായില്ല. ഏതാനും നിമിഷങ്ങൾക്കകം മെഡിക്കൽ സംഘത്തിലെ ഒരാൾ അവിടേക്കെത്തി. നവംബർ 25 അർദ്ധരാത്രിയോടെ ജോണിന്റെ മരണം സ്ഥിരീകരിച്ചു. ജോണിന്റെ ശരീരം അവിടെ തന്നെ ഉപേക്ഷിച്ച് ഗുഹയും അടയ്ക്കേണ്ടി വന്നു. അപ്പോഴേക്കും 27 മണിക്കൂറുകൾ പൂർത്തിയായിരുന്നു. 137 രക്ഷാപ്രവർത്തകർ, നിരവധി ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധമായി നിന്ന ഹെലികോപ്റ്റർ എല്ലാം പുറത്തുണ്ടായിട്ടും 27 മണിക്കൂർ നീണ്ട ആ രക്ഷാപ്രവർത്തനം പരാജയമായി. അമേരിക്കയിലെ വലിയൊരു ദുരന്തമായി ഈ സംഭവം.